നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. പ്രതിഷേധം കത്തുമ്പോൾ ഹൈദരാബാദ് സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേന്ദ്രമന്ത്രി ബണ്ടാരു ദത്താത്രേയയുടെ രാജിക്കായി സമ്മർദ്ദം. ബണ്ടാരുവിനെയും സ്മൃതി ഇറാനിയും സംരക്ഷിച്ച് BJP. കേന്ദ്ര നിലപാടിൽ രാജ്യവ്യാപക പ്രതിഷേധം. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്ന രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് വഴിവെച്ചത് അധികൃതരുടെ മാനസിക പീഡനം. രോഹിത്തിനെ പുറത്താക്കാൻ ശുപാർശ ചെയ്തത് ദത്താത്രേയെന്ന് ആരോപണം. തൊഴിൽ മന്ത്രിയുടെ ശുപാർശയെ തുടർന്ന് സർവകലാശാലയ്ക്കു കത്തയച്ചത് സ്വാഭാവിക നടപടി മാത്രമെന്ന വിശദീകരണവുമായി മാനവശേഷി വികസന മന്ത്രി സ്മൃതി ഇറാനി. സസ്പെൻഷന് സമ്മർദ്ദം ചെലുത്തിയില്ലെന്നും വാദം. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ ദത്താത്രേയെയും വൈസ് ചാൻസലർ അപ്പാ റാവുവിനെയും പുറത്താക്കണമെന്ന ആവശ്യവുമായി രാഹുൽ ഗാന്ധി സർവകലാശാല സന്ദർശിച്ചത് ഇന്നലെ. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നാളെ ഹൈദരാബാദിൽ. വികസന കേരളത്തിനായി കുമ്മനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാവിക്കൊടി പാറിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ നയിക്കുന്ന വിമോചന യാത്രയ്ക്ക് കാസർഗോഡ് ഉപ്പളയിൽ തുടക്കം. കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു ഉദ്ഘാടനം നിർവഹിച്ചു. BJPക്കെതിരെ നടത്തുന്ന കുപ്രചാരണങ്ങൾക്ക് മറുപടിയായി വിമോചനയാത്ര മാറുമെന്ന് കുമ്മനം രാജശേഖരൻ. കേരളം മാറി മാറി ഭരിക്കുന്ന ഇടതു വലതു സർക്കാരുകളിൽ നിന്നുള്ള മോചനമാണ് BJP ലക്ഷ്യമിടുന്നതെന്നും സംസ്ഥാന അധ്യക്ഷൻ. വികസന കേരളത്തിനായി എല്ലാവർക്കും അന്നം, വെള്ളം, മണ്ണ്, തൊഴിൽ, തുല്യനീതി എന്ന മുദ്രാവാക്യമുയർത്തി വിമോചനയാത്ര 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. സമാപന സമ്മേളനം ഫെബ്രുവരി 10 തിരുവനന്തപുരത്ത്. കിടക്കയിലായ മുൻകൂർ ജാമ്യം. കതിരൂർ മനോജ് വധക്കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിക്കപ്പെട്ടതിനു പിന്നാലെ P. ജയരാജൻ ആശുപത്രിയിൽ. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജനെ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ രാത്രി വൈകി. കതിരൂർ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ലാത്ത ജയരാജന്റെ മുൻകൂർ ജാമ്യ ഹർജി തലശ്ശേരി കോടതി തള്ളിയത് ഇന്നലെ. കോടതി അംഗീകരിച്ചത് UAPA ചുമത്തിയ കേസായതിനാൽ ജാമ്യം നൽകാനാവില്ലെന്ന് CBIയുടെ വാദം. ജയരാജന്റെ ജാമ്യശ്രമം കേസിൽ ചോദ്യം ചെയ്യലിനു ഹാജരാകാൻ CBI നോട്ടീസ് നൽകിയിരുന്ന സാഹചര്യത്തിൽ പ്രതിയല്ലാത്ത തന്നെ CBI അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കുമെന്ന് സംശയിക്കുന്നതായും ജയരാജന്റെ വാദം കോടതി തള്ളി. നിലയില്ലാത്ത നിലനിൽപ്പ്. ലാവ്ലിൻ കേസിൽ പിണറായിയെ കുറ്റവിമുക്തനാക്കിയ CBI പ്രത്യേക കോടതി വിധിയുടെ നിലനിൽപ്പ് സംശയകരമെന്ന് ഹൈക്കോടതി. ആരോപണങ്ങൾ ശരിയെങ്കിൽ സർക്കാരിന് കോടികൾ നഷ്ടമുണ്ടാക്കിയ കേസ് വിചാരണയ്ക്ക് മുമ്പേ ഇല്ലാതാക്കിയത് ആശങ്കയ്ക്ക് ഇട നൽകുന്നുവെന്നും നിരീക്ഷണം. കോടതി പരാമർശം കേസ് പരിഗണിക്കുന്നത് വേഗത്തിലാക്കണമെന്ന് സർക്കാർ ഹർജി തീർപ്പാക്കിക്കൊണ്ട് ലാവ്ലിൻ കേസിൽ അന്തിമവാദം ഫെബ്രുവരി അവസാന വാരം. കേസിൽ സംസ്ഥാന സർക്കാരിന്റെ നീക്കം സുപ്രീംകോടതി റൂളിംഗിന് വിരുദ്ധമെന്ന് കോടിയേരി. ഭീകരതയുടെ ശിക്ഷ. കുപ്രസിദ്ധ ഭീകരൻ ജിഹാദി ജോണിന്റെ മരണം സ്ഥിരീകരിച്ച് ഇസ്ലാമിക് സ്റ്റേറ്റ്. നവംബറിൽ സിറിയയിലെ റാഖയിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ജിഹാദി ജോൺ കൊല്ലപ്പെട്ടുവെന്ന് IS മുഖപത്രമായ ദാബിഖിൽ ലേഖനം. മരണം സംഭവിച്ചത് ജോണിന്റെ കാർ ലക്ഷ്യമാക്കി ആളില്ലാ വിമാനം ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ. ISന്റെ ബുദ്ധി കേന്ദ്രമായിരുന്ന മുഹമ്മദ് എംവാസി എന്ന ജിഹാദി ജോൺ നിരവധി തടവുകാരെ തലയറുത്തു കൊന്നിരുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.